നിങ്ങളുടെ പാസ്പോർട്ട് ഓൾറെഡി എക്സ്പയർ ആയി അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ എക്സ്പയർ ആവാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് പുതിയ പാസ്പോർട്ടിനായിട്ട് അപേക്ഷിക്കാം എന്നുള്ളത്. അതായത് റിന്യൂവലാണ്, പാസ്പോർട്ട് റിന്യൂവലിനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ട് ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ വെബ്സൈറ്റിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യാം. നിങ്ങൾ എവിടെയാണോ നിലവിൽ താമസിക്കുന്നതെന്ന് വെച്ചാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെരിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം അതായിരിക്കും. അതിനുശേഷം പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടറിൽ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. കലണ്ടറിൽ ആദ്യം ഇയർ സെലക്ട് ചെയ്യുക, അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി തന്നെയാണ് നിങ്ങൾക്ക് ലോഗിൻ ഐ ഡി ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ യെസ് സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലോഗിൻ ഐ ഡി ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ ഇമെയിൽ ഐ ഡി തന്നെയാണ് ലോഗിൻ ഐ ഡി ആയിട്ട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരിക്കൽ കൂടി കൺഫേം പാസ്വേഡിൻ്റെ അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ലോസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് റിക്കവറിക്ക് വേണ്ടിയിട്ട് അവരൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാനിവിടെ ബർത്ത് സിറ്റി കൊടുത്തു, എന്നിട്ട് എൻ്റെ ബർത്ത് സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ കൺഫർമേഷൻ ലഭിക്കും. അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് പോയിട്ടുണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇമെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം. സെയിം പേജിൽ വന്നിട്ട് നമുക്കിവിടെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ അടിച്ചു കൊടുക്കാം ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ച കോഡ് കൂടി നൽകിയിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാന്നുള്ളത് നോക്കാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡിനറി പാസ്പോർട്ടായിരിക്കും നമ്മൾ അധികം പേരും ഹോൾഡ് ചെയ്യുന്നത്. ഓർഡിനറി പാസ്പോർട്ട് ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ മെറൂൺ കളറിലും, ഒഫീഷ്യൽ പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുമാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അധികം പേരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ കളറായിരിക്കും, ഓർഡിനറി പാസ്പോർട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ RPO സെലക്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രഷ് പാസ്പോർട്ടിനാണോ അതോ പാസ്പോർട്ട് റിന്യൂവലിനാണോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ റീഇഷ്യൂവിനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ പാസ്പോർട്ട് റീഇഷ്യൂ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങളിവിടെ നൽകണം. അപ്പോൾ റീഇഷ്യൂ ചെയ്യാനായിട്ട് നിങ്ങളുടെ റീസൺസ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പാസ്പോർട്ടിൽ ചില നെയിംസ് ചേഞ്ച് ചെയ്യാനുണ്ടാവും, ചില ഡീറ്റെയിൽസ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് മാറ്റാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ പറ്റിയിട്ടുണ്ടായിരിക്കും, അത് കറക്റ്റ് ചെയ്യാനായിരിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് റീസൺ, അതായത് ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പെർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് ഡാമേജ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കാം ഒരു റീസൺ. മൂന്നാമത്തേതെന്ന് പറയുന്നത് എക്സോഷൻ ഓഫ് പേജസ് ആണ്. അതായത് ഒത്തിരി ട്രാവൽ ചെയ്ത് നിങ്ങൾ പാസ്പോർട്ടിൽ പേജസ് ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഇഷ്യൂവിനായിട്ട് അപേക്ഷിക്കാം. അതുപോലെ നാലാമത്തെ ഓപ്ഷനാണ് നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വാലിഡിറ്റി 3 വർഷം മുമ്പേ എക്സ്പയർ ആയി കഴിഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി 3 വർഷത്തിനകത്ത് അല്ലെങ്കിൽ എക്സ്പയർ ആവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പാസ്പോർട്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടില്ല, ഡ്യൂ ടു എക്സ്പയർ ആണ്, അതായത് എക്സ്പയർ ആവാൻ പോവുകയാണ്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ, നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ വേണോ അതോ തത്കാലിലുള്ള അപ്ലിക്കേഷൻ വേണോ എന്നുള്ളതാണ്. നോർമൽ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ റിന്യൂവലിൻ്റെ സമയം വരുന്നത്. ഇനി നിങ്ങൾക്ക് അതല്ല, സമയമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് റീഇഷ്യൂ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തത്കാൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. തത്കാലിന് എമൗണ്ട് കൂടും. 1500 രൂപയാണ് നോർമലിന് വരിക എന്നുണ്ടെങ്കിൽ തത്കാലിന് 3000 ആണ് എമൗണ്ട് വരിക.
ഇനി എത്ര പേജസ് ആണ് നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ടാണ് ബുക്ക്ലെറ്റ് ടൈപ്പ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് നോർമലായിട്ടുള്ള ട്രാവലിങ്ങേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് 36 പേജസ് ഉള്ള പാസ്പോർട്ട് തന്നെ നോക്കിയാൽ മതിയാവും. ഇനി നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 പേജസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഗിവൺ നെയിം പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ചേർത്തിട്ടുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനീഷ്യൽസ് ഒന്നും ഇതിൽ അലൗഡ് അല്ല. അപ്പോൾ അതല്ലാത്ത പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ അല്ലെങ്കിൽ കേണൽ എന്നൊക്കെയുള്ള സ്റ്റാറ്റസുകളുണ്ടല്ലോ, അതുകളും ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിങ്ങളുടെ നെയിം മാത്രമായിട്ട് നൽകുക. സർനെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അടുത്ത കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. കഴിവതും സർനെയിം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം സർനെയിം ഇല്ലയെന്നുണ്ടെങ്കിൽ നിലവിലത്തെ കണ്ടീഷൻസിൽ യാത്ര കുറച്ച് ടഫ് ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അനുഭവമുണ്ട്, അതുപോലെ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും മറ്റ് നെയിംസിൽ അറിയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് യെസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ നോ കൊടുക്കുകയാണ്. നിങ്ങളുടെ നെയിം എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഞാനിവിടെ നോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഇന്ത്യക്ക് പുറത്താണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോ കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലേസ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൽകാം. പക്ഷേ അതിന് വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്റ് കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, മെറിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. ഇനി ബൈ ബർത്ത് തന്നെയാണോ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാൻ ബർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേതെങ്കിലും നിങ്ങളുടെ റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പാൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. വോട്ടർ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിത് രണ്ടും നൽകുന്നില്ല, അത് മാൻഡേറ്ററി അല്ല. ഇതിൽ ഈ കാണുന്ന റെഡ് സ്റ്റാർ ഉള്ളത് മാത്രമാണ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ നൽകേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. ഞാനിവിടെ ജസ്റ്റ് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് ചെയ്യുന്ന ആളാണോ, ഹോം മേക്കർ ആണോ, നിലവിൽ എംപ്ലോയിഡ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും, നിങ്ങളൊരു മൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസോ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നോ എടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോൺ ECR കാറ്റഗറിക്ക് എലിജിബിൾ ആണോ എന്നുള്ളത്. ഇതിന് എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏതിലെങ്കിലും പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ യെസ് സെലക്ട് ചെയ്തു. പിന്നെ അടുത്തത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റിങ്ഷൻ മാർക്സ് നമ്മൾ SSLCയിലൊക്കെ കൊടുക്കുമല്ലോ, എന്തെങ്കിലും കാണപ്പെടുന്ന മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഞാനിവിടെ ലീവ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഞാനിവിടെ താഴെ കാണുന്ന ഓപ്ഷനിൽ ഐ എഗ്രിയിലുള്ളത് യെസ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സേവ് മൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാഫ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇനി നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ ലീഗൽ ഗാർഡിയൻ്റെ നെയിം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്പൗസിൻ്റെ നെയിമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ്റെ നെയിം, ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കാം. സർനെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നിങ്ങളുടെ മദറിൻ്റെ പേരും അതുപോലെ സ്പൗസിൻ്റെ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന്, അതായത് ഫാദറിൻ്റെയോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ സ്പൗസിൻ്റെയോ മാത്രം ആഡ് ചെയ്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നൽകേണ്ടത് നിങ്ങളുടെ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. നിലവിൽ നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. ഞാനിവിടെ നോ കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ നിലവിലുള്ള ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ചോദിക്കുന്നത് നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ സിറ്റിയുടെ നെയിമാണ്, അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതായത് നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണോ വരുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യെസ് കൊടുക്കാവുന്നതാണ്. അവൈലബിൾ ആണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണോ നിങ്ങൾ മുകളിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് രണ്ടും സെയിം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നാട്ടിലുള്ള അത് പെർമനൻറ്റ് അഡ്രസ്സ് വേറെയും നിങ്ങളിപ്പോൾ നിലവിൽ വർക്കിന് വേണ്ടിയിട്ടും വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് വീണ്ടും നൽകാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും, അതായത് ഏത് ഓപ്ഷനാണോ ഒരു റീജിയണൽ പാസ്പോർട്ട് ഓഫീസായിട്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി മാറ്റാനായിട്ട് സാധിക്കില്ല, നിങ്ങൾ ഓക്കെ നൽകി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. അതായത് നമുക്കൊരു എമർജൻസി കോൺടാക്ട്, നാളെ ഒരു അപകടം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരെയാണോ എമർജൻസി ആയിട്ട് അവർ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകാവുന്നതാണ്. അപ്പോൾ അവരുടെ പേരും അഡ്രസ്സും അതുപോലെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ID വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ പ്രീവിയസ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ അവസാനമായിട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പാസ്പോർട്ടിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പാസ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ്റ്റ് ആയ പാസ്പോർട്ടിൻ്റെ ഡാമേജ് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് പാസ്പോർട്ടിൻ്റെ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ആ ഒരു പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ഓഫ് എക്സ്പയറി, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഫയൽ നമ്പർ, അത് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫയൽ നമ്പർ. ഇനി ചോദിക്കുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒഫീഷ്യൽ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഓർഡിനറി പാസ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെയുള്ള ഇൻഫർമേഷൻ നൽകിയിട്ടുള്ളത്. നിങ്ങളുടേത് ഈ കാറ്റഗറിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് നൽകാം. ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാസ്പോർട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇഷ്യൂ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യെസ് സെലക്ട് ചെയ്യാം. ഇവിടെ നോ ആണ്, അതുകൊണ്ട് ഞാൻ നോ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് അത് റിഫ്യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കോർട്ടിൽ പെട്ടിട്ടുണ്ടോ, അതിൻ്റെ കേസ് നടക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും കൺട്രി നിങ്ങൾക്കൊരു സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതിന് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ നൽകുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ പാസ്പോർട്ടിൻ്റെ ഒരു പ്രിവ്യൂ പോലെ കാണിക്കും. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങളെല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പുതിയ പാസ്പോർട്ട് വരിക, പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ പേജിൽ പോയിട്ട് നെസസറി കറക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഈ ഒരു പേജിൽ വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കൊരു സെൽഫ് ഡിക്ലറേഷൻ ആണ് കൊടുക്കാനുള്ളത്. ഇതിനായിട്ട് പ്രൂഫ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. ഏത് പ്രൂഫ് ഓഫ് ബർത്ത് ആണോ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതിൽ ഏത് ഡോക്യുമെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിജി ലോക്കർ ആക്സസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ ഡിജി ലോക്കർ ആക്സസ് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ വെരിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് തന്നെ ഒരു സൗകര്യമാണ്. അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഇവർക്ക് ആക്സസ് കൊടുക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് അലോ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെച്ച് ഫ്രം ഡിജി ലോക്കർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവർക്ക് പുൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിജി ലോക്കറിൽ നിന്ന് ഇവർക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. പ്രൂഫ് ഓഫ് റെസിഡൻഷ്യൽ അഡ്രസ്സ് ആയിട്ടുള്ളത്. പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സ് ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിജി ലോക്കർ വഴി ഈ ഒരു വെരിഫിക്കേഷൻ ഇവിടെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൂഫ് ഓഫ് ബർത്ത് ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് രണ്ടിൻ്റെയും ഒറിജിനലോ ഫോട്ടോസ്റ്റാറ്റോ കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ 2 ഡോക്യുമെൻറ്റ്സും ഡിജി ലോക്കർ വഴി ഫെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പ്ലേസും ഡേറ്റും കൊടുത്തിട്ട് ഐ എഗ്രി കൊടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഫോം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാനായിട്ട് സാധിക്കും. എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് അത് പോയിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് നിങ്ങൾ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പേയ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ RPOയിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, നെക്സ്റ്റ് അടിക്കുക. അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യാം. എവിടെയാണ് അതിൻ്റെ അഡ്രസ്സ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അവിടെ കൊടുക്കും. അപ്പോൾ അത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ എന്നാണ് ഏർലിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൈലബിൾ ഫോർ 29/2024 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ അങ്ങോട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വയ്ക്കാം. നിങ്ങൾക്ക് അതിന് ശേഷം ഏത് ഡേറ്റിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ തത്കാല ഓപ്ഷൻസ് ഒന്നും തത്കാല അപ്പോയിൻമെൻറ്റ്സ് ഒന്നും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചില RPOസിൽ ഇത് അവർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ക്യാപ്ച കോഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ RPO ഏത് സമയത്താണ് അവരുടെ ഓപ്പണിംഗ് ടൈം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സമയം മുതലാണ് അവർ ഇത് തത്കാൽ സർവീസസിൻ്റെ ഓപ്പണിംഗ് ടൈമാണ്. അല്ലാതെ നോർമൽ സർവീസസിനൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അപ്പോയിൻമെൻറ്റ് സിസ്റ്റം തന്നെ അലോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും, എത്ര എമൗണ്ടാണ് പേ ചെയ്യേണ്ടതെന്നുള്ളതും. നിങ്ങളുടെ ഏർലിയസ്റ്റ് അപ്പോയിൻമെൻറ്റ് 20-ാം തീയതിയാണ്, സെപ്റ്റംബർ 20-നാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എത്രയാണ് ആ ഒരു ഡേറ്റ് എന്നുള്ളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യും. ഇനി അവർ തരുന്ന ഡേറ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല, നിങ്ങൾക്കത് ഓക്കെ അല്ല, കൺവീനിയൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കലണ്ടർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഗ്രീനിൽ കാണുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് വരുന്നത്, റെഡിൽ കാണുന്നത് അവൈലബിൾ അല്ല. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. ഞാനിവിടെ പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളിവിടെ കലണ്ടറിൽ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആ ഒരു ഏർലിയസ്റ്റ് അപ്പോയിൻമെൻറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഓക്കെ ഐ അണ്ടർസ്റ്റുഡ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ UPI സെലക്ട് ചെയ്തിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ സർവീസാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1500 തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ കളക്ട് ചെയ്യും. അല്ല തത്കാലാണെന്നുണ്ടെങ്കിൽ 1500 നിങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ കളക്ട് ചെയ്യും. അതിനുശേഷം 1500 നിങ്ങൾ അവിടെ ഓഫീസിൽ പോയതിന് ശേഷമായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്യാഷായിട്ട് തന്നെ കയ്യിൽ കരുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്, ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുള്ളി ബുക്ക് ആയിട്ടുണ്ടെന്നുള്ളതും അതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് നമ്പറിൽ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇതിൻ്റെ ഒരു SMS പോയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസിൽ പ്രൂഫായിട്ട് കാണിക്കാവുന്നതാണ്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളിപ്പോൾ അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല, SMS കാണിച്ചാൽ തന്നെ അതന്നെ ധാരാളമാണ്. പ്രിൻ്റ് തന്നെ വേണമെന്നൊന്നും ആരും നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടില്ല എന്ന് ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഈ ഒരു ആപ്ലിക്കേഷൻ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റെസിപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പാസ്പോർട്ട് ഓഫീസിൽ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ എത്ര മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റും ടൈമും എന്താണെന്നുള്ളതും, ഏതാണ് നിങ്ങളുടെ PSK അല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്ര ലൊക്കേഷൻ ഏതാണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് SMS വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് അപ്പോയിൻമെൻറ്റ് SMS എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് വരും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.